Hello everyone. So, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമ ഞാൻ ഇന്നലെയായിരുന്നു കണ്ടത്. അപ്പോൾ കുറച്ച് നാൾ ഐ വാണ്ടഡ് ടു ഡു ദി റിവ്യൂ ലൈക്ക് അത് കണ്ടപ്പോൾ തന്നെ, പക്ഷേ സംതിങ്സ് കെയിം അപ്പ്. ബട്ട് in one line, the review is extremely positive. I'm blown away. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, ആൻഡ് പ്ലസൻ്റ്ലി സോ. ലൈക്ക് ഐ ലൈക്ക് വാട്ട് ദിസ് മൂവി ഈസ് ട്രൈങ് ടു ഡു. ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു ഡാർക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഹൊറർ ബേസ്ഡ് ബട്ട് ഓൾസോ സൂപ്പർ ഹീറോ ടൈപ്പ് യൂണിവേഴ്സ്. കാരണം ഈ ഒരു ഹൊറർ ഫിഗേഴ്സിനെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു ഹൊറർ എലമെൻ്റ് അല്ലാതെ ഒരു ഫാൻറ്റാസ്റ്റിക്കൽ വേറൊരു എലമെൻറ്റ് ചേർത്തിട്ടൊരു യൂണിവേഴ്സും കുറേ നോർമൽ പീപ്പിളും നോർമൽസി അന്വേഷിക്കുന്ന സ്പോയിലർ ടെറിട്ടറി ആയി. പക്ഷേ സാരമില്ല. സ്പോയിലർ അലേർട്ട് ബൈ ദ വേ. ഇത് കുറച്ച് സ്പോയിൽ ചെയ്യാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. നത്തിങ് അബൌട്ട് ദ പ്ലോട്ട്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് വലുതായിട്ടൊന്നും മനസ്സിലാകത്തില്ല. എന്തൊക്കെയോ സ്പെഷ്യലിറ്റീസ് ഉള്ള ഒരു ഇതാണ്. ഒരു പ്രൊഡക്ഷൻ സൈഡിലും പിന്നെ ഒരു എസ്തറ്റിക്സൊക്കെ ആയിട്ട് നമ്മുടെ മാർവലിനൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് സാധനമാണെന്നേ മനസ്സിലാകത്തുള്ളൂ. നോ ഇൻഫർമേഷൻ അബൌട്ട് എനിത്തിങ് ഈസ് ഗിവൺ അവേ. അത് കട്ട് ചെയ്ത ആളെ സമ്മതിക്കണം. ഒരു ഇൻഫർമേഷനും പുറത്തു പോകാതെ ഒരു തരത്തിലുള്ള ലീക്കും സംഭവിക്കാത്ത രീതിയിലാണ് ഈ ഒരു ട്രെയിലർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത് വൺ ടൈം വാച്ച് കാണുന്ന സമയത്ത് ഫസ്റ്റ് ടൈം വരുന്ന ഒരു സർപ്രൈസ് നമുക്ക് ഒരു നല്ല ഒരു മിസ്റ്ററി ടൈപ്പ് എസ്തറ്റിക് ഉള്ള സിനിമയിലായിരിക്കും ആ ഒരു ഇത് വരുന്നത്. കാരണം നമ്മൾ പിന്നെ എത്ര പ്രാവശ്യം ആ സിനിമ കണ്ടാലും ആ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പാടില്ലാത്ത സമയത്ത് നമുക്കൊരു സർപ്രൈസ് കിട്ടത്തില്ല. ആ ഇമോഷൻ പിന്നെ നമ്മൾ ചെയ്താൽ കിട്ടത്തില്ല. ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു നല്ല മിസ്റ്ററി ഇത് കിട്ടണം. അതിവിടെ ഉണ്ട്. നല്ല മിസ്റ്ററി ഇല്ലെങ്കിൽ നമുക്കതിനെ ഊഹിച്ചെടുക്കാം ചില സമയത്ത്. ഇതിപ്പോൾ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. നമുക്ക് വി ആർ ഇൻട്രീഗ്ഡ്. അതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇൻട്രിഗിങ് ആയിട്ട് തുടങ്ങുന്ന ഒരു സിനിമയായിരുന്നു. ആൻഡ് ഇത് എനിക്ക് പിന്നെയും കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ക്വാളിറ്റിയുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ വാസ് സോ എൻ്റർടൈൻഡ്. പിന്നെ നമ്മളുടെ തന്നെ മെത്തോളജിയും നമ്മുടെ തന്നെ സ്റ്റോറീസും കുറേ മിത്തും കുറേ ഫാക്ട്സ് അറിയാത്ത ടൈപ്പ്, ഐ മീൻ കുറേ ഫാക്ച്വലായിട്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും അറിയാത്ത പോലത്തെ മിത്സും ഒക്കെ വെച്ചിട്ട്, നമ്മളുടെ റീജിയണലായിട്ടുള്ള മിത്സൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു യൂണിവേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാർവലാണെങ്കിൽ സ്റ്റാൻലിയും അങ്ങനെ കുറേ പേരൊക്കെ എഴുതിയ കോമിക്സിൽ നിന്നാണ് സോഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് നോട്ട് ഈവൻ എ സീക്രട്ട്. അതൊരു അഡാപ്റ്റേഷനാണ്. എവറിത്തിങ് ഈസ് എൻ അഡാപ്റ്റേഷൻ, സംടൈംസ് ഇംപ്രൂവ്ഡ് അപ്പോൺ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും എവിടെ നിന്ന് വന്നു ഒറിജിനലി എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ what I'm trying to get at is anybody can use these things to tell any kind of stories, and mostly everybody has like ഒരു വാമ്പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്ത് നമ്മളുടെ റീജിയണലായിട്ടുള്ള സ്റ്റോറീസും അതുപോലെ തന്നെ ജനറൽ വാമ്പയർ ലോറും കാര്യങ്ങളും മറ്റേ ഡ്രാക്കുളയും വാൻ ഹെൽസിങ്ങും ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഫാൻറ്റാസ്റ്റിക് യൂണിവേഴ്സിലേക്ക് നമ്മളെ ഇത്രയും ഹൊറർ അഡ്ജസൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഹൊറർ എലമെൻറ്റ് അണ്ടർപ്ലേ ചെയ്യുക. അല്ലെങ്കിൽ ഐ വാസ് ചില സമയത്ത് നമുക്ക് ഈ ജംപ് സ്കെയർസ് വരുന്ന സമയങ്ങളുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ലീസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് ഹൊറർ പേഴ്സണലി. പക്ഷേ
ഐ വാസ് നോട്ട് ഇറിറ്റേറ്റഡ് ബൈ ദോസ് സീക്വൻസസ്. എനിക്ക് ജംപ് സ്കെയർസ് ഒട്ടും ഇഷ്ടമുള്ളതല്ല. എനിക്ക് ഹൊറർ തന്നെ വലിയ താല്പര്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഹൊററൊക്കെ ആണെങ്കിൽ ഐ വോണ്ട് ഹൊറർ ടു ഇൻട്രീഗ് മീ. എന്താണ് നമുക്കൊരു ഇവിടെ പണി കിട്ടും, പ്രശ്നമാണ്, അങ്ങനെ തോന്നുന്ന പോലത്തെ ഹൊററാണ് എനിക്കിഷ്ടം. ആൻഡ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഹൊറർ എനിവേ. പക്ഷേ ഹൊറർ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിൽ ജംപ് സ്കെയർസ് പോലും എന്നെ ഒട്ടും അനോയ് ചെയ്തില്ല. ഐ വാസ് ഓൾവേസ് എൻ്റർടൈൻഡ്. പിന്നെ നെസ്ലിനെ പോലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കൊമേഡിക്, ഇത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറൽ വാമ്പയർ ലോറും ഡ്രാക്കുളയും അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും പിന്നെ മൂവ്മെൻറ്റും ഫൈറ്റിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ പല ലോറിൻ്റെ രീതികളൊക്കെ ടെംപ്ലേറ്റ് മൊത്തത്തിലൊരു ഹോളിവുഡ് സ്റ്റൈല്, ഒരു മാർവെല്ലിൽ നിന്നൊക്കെ എടുത്ത് നമുക്ക് ചില സമയത്ത് ഇത് ഞാൻ അവിടെ നമുക്ക് അത് ചൂണ്ടിയെന്നോ കോപ്പി അടിച്ചെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇൻ മൈ ഒപ്പീനിയൻ ഈ ചൂണ്ടിയെന്നോ കോപ്പി അടിച്ചെന്നോ ഒക്കെ പറയുന്നത് അത് വർക്ക് ആവാത്തപ്പോഴാണ്. അത് തന്നെയല്ലേ നീ എന്താണ് ഇത് അങ്ങനെയല്ലേ കാണിച്ചത് എന്ന് പറയുന്നത് വർക്കായില്ലെങ്കിലാണ്. കോപ്പി അടിച്ചിട്ട് അത് വർക്കായില്ലെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇതിപ്പോൾ വർക്കായിട്ടുണ്ട്. സോ ഐ വിൽ ഗ്ലാഡ്ലി കോൾ ഇറ്റ് ആൻ ഇൻസ്പിറേഷൻ. പിന്നെന്താ സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു എലമെൻറ്റ് ഇപ്പോൾ കവേർഡായി കഴിഞ്ഞു. ഇനി എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഫൺ സെക്ഷൻസ് ടു പുട്ട് ടുഗെദർ ഫോർ മീ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് കടക്കണം. ദാറ്റ് ഈസ് ക്യാരക്ടേഴ്സ് ആൻഡ് ലൈക്ക് cameos and characters and all that stuff. I have to just big hats off to Kalyani. She's the head of this show, Kalyani Priyadarsan. Big hats off. Like ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ലൈക്ക് if this is going to be a universe, she's probably going to be is like what Iron Man was to Marvel. So she's basically the universe's Black Widow, and she's very nice as the lead. I know that sounds generic, but it's true. And അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ പകുതി തീരാറാവുമ്പോഴാണ് വരുന്നത്. പക്ഷേ ലൈക്ക് ഹീ ജസ്റ്റ് സ്റ്റോൾ ദ ഷോ ഫോർ മീ, ആൻഡ് ദാറ്റ്സ് നൺ അതർ ദെൻ നമ്മുടെ ടൊവിനോ തോമസ്. Again, big hats off. I want to say bro, but yeah. Like he just plays this kind of trickster അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിച്ചാത്തൻ ടൈപ്പ് റോളാണ്. And he has like a lot of fun. It's just a delight to watch him. Like it was so much fun. Like it was a whole new realm of comedy, and it's a different kind of fun. It's not comedic, but it's kind of ridiculous, and he can go ആ സ്പേസിൽ കിടന്ന് പുള്ളി കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്, അത് നമ്മളെടുത്ത് പറയേണ്ട അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്സിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയത്തില്ല. പിന്നെ എന്താ പിന്നെ ലാസ്റ്റ് ഐ ഡോണ്ട് നോ എനി കോണ്ടെക്സ്റ്റ്. ഏറ്റവും ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെയുള്ള സമയത്ത് ദുൽഖർ വരുന്നുണ്ട്, ആൻഡ് ഹി ഈസ് ജസ്റ്റ് ഫ്ലാറ്റ് ഔട്ട് ബ്ലേഡ് ഫ്രം ദി മാർവൽ. Like I think he has this
aesthetic of Blade. Anyone who knows Marvel would have understood. വെസ്ലി സ്നൈപ്സിൻ്റെ ബ്ലേഡ് ആണ് എനിക്ക് ഓർമ്മ വന്നത് അത് കാണുന്ന സമയത്ത്. ബട്ട് വി ഡോണ്ട് നോ ഹൂ ഹി ഈസ്, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് സോ കൂൾ ടു സീ ഹിം ആൻഡ് ഐ വാസ് ലൈക്ക് very excited when he came on screen. I don't know anything, but I'm just so happy to see him like in that. It was so cool, so that's why I'm pointing it out. And yeah, so that's all. Very solid attempt. I mean, we can really see this as a huge leap. ഇപ്പോൾ മിന്നൽ മുരളി എന്നൊക്കെ പറയുന്നത് അതൊരു ബേബി സ്റ്റെപ്സ് ആണെങ്കിൽ ഇതൊരു സൂപ്പർ ഹീറോ ജാനറിലെ പ്രോപ്പർ ബിഗ് ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഐ മീൻ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സോ റിയലി ഹാപ്പി. ആർക്കെങ്കിലും ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു എപ്പിക് ഫീൽ കിട്ടുന്ന സാധനം നമ്മളുടെ ഇവിടുന്ന് വരുന്നത് കാത്തിരിക്കണമെങ്കിൽ ഗോ ആൻഡ് വാച്ച്.